2004 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. കേരളത്തിലെ UDF സർക്കാരിനെതിരെ കടുത്ത ഭരണവിരുദ്ധ വികാരം അലയടിച്ച കാലം. കേരള കോൺഗ്രസ് നേതാവ് KM മാണിയുമായി തെറ്റിയ PC തോമസ് IFDP എന്ന സ്വതന്ത്ര പാർട്ടി ഉണ്ടാക്കി. എന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ഞങ്ങൾ പാർലമെൻറ്റിലുണ്ടായിരുന്ന ചിലർ കൂടി എന്നെ നിർബന്ധിച്ച് ഞാൻ പതിയെ ഒന്ന് പിൻവാങ്ങിയേക്കാമെന്ന് വിചാരിച്ചപ്പോൾ എന്നെ സമ്മതിച്ചില്ല. ഇന്ത്യൻ ഫെഡറൽ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന പേരിൽ ഏതാണ്ട് കേരള കോൺഗ്രസിൻ്റെ ആദർശം വെച്ചുകൊണ്ട് ഒരു ശക്തമായ കേന്ദ്രവും സംതൃപ്തമായ സംസ്ഥാനങ്ങളും വേണം എന്നുള്ള ഒരു ആദർശമൊക്കെ വെച്ചുകൊണ്ട് ഒരു പാർട്ടി ഉണ്ടാക്കി. അപ്രതീക്ഷിതമായി മൂവാറ്റുപുഴയിലെ NDA സ്ഥാനാർത്ഥിത്വം PC തോമസിൽ വന്നു ചേർന്നു. തിരഞ്ഞെടുപ്പ് എടുക്കാറായപ്പോഴത്തേക്ക് എനിക്ക് ഈ 5 പ്രാവശ്യം വിജയിപ്പിച്ച ആ വോട്ടർമാരെ ഇട്ടേച്ച് പോകാനായിട്ടുള്ള ഒരു വിഷമം തോന്നിയതുകൊണ്ട് ഞാൻ പറഞ്ഞു അതിനകത്ത് റിസ്ക് എടുക്കാനും ഞാൻ തയ്യാറാണ്, അതുകൊണ്ട് ഇവിടെ തന്നെ മത്സരിക്കാം എന്ന് പറഞ്ഞ് ഇവിടെ മത്സരിക്കാൻ തയ്യാറായി. UDF സ്ഥാനാർത്ഥിയായി ജോസ് കെ മാണിയും LDF സ്ഥാനാർത്ഥിയായി PM ഇസ്മായിലും വന്നതോടെ കേരളത്തിലെ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടന്ന മണ്ഡലമായി മൂവാറ്റുപുഴ മാറി. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 1,25,000 വോട്ടറൊക്കെ ജയിച്ചുകൊണ്ടിരുന്ന ഞാൻ 529 വോട്ടിനാണ് അന്ന് ജയിച്ചത്. അത് വലിയ കഷ്ടിച്ചാണെങ്കിലും അതൊരു വലിയ വിജയമാണ്. അപരന്മാരായിരുന്നു സ്ഥാനാർത്ഥികൾ നേരിട്ട ഏറ്റവും പ്രധാന വെല്ലുവിളി. അപരന്മാർ നിന്നിട്ടുണ്ട്, വോട്ട് പിടിച്ചിട്ടുമുണ്ട്. എനിക്ക് 529 വോട്ടിന് ജയിക്കാനേ പറ്റുള്ളെങ്കിലും അപരൻ അതിനേക്കാൾ കൂടുതൽ കിട്ടി. എൻ്റെ ഓർമ്മയിൽ 1000 അടുത്ത് വോട്ട് കിട്ടി. പഴയ നേതാവ് KM മാണിയുടെ മകൻ ജോസ് കെ മാണിയെ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളിക്കൊണ്ട് 529 വോട്ടുകൾക്കായിരുന്നു PC തോമസിൻ്റെ മിന്നുന്ന വിജയം. ഇലക്ഷനിൽ എപ്പോഴും ഭൂരിപക്ഷം ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് എത്ര വോട്ടിന് ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്നാണ് എല്ലാവരും ചോദിക്കാറുള്ളത്. പക്ഷേ ആ തെരഞ്ഞെടുപ്പിന് മാത്രം ധൈര്യമായിട്ട് ഇത്ര വോട്ടിന് ഭൂരിപക്ഷത്തിന് ജയിക്കും എന്ന് പറയാനുള്ള പ്രയാസം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഓരോ വോട്ടിന് ജയിച്ചാലും അത് വിജയമാണെന്നായിരുന്നു. MP ആയിരിക്കെ കേരളത്തിന് വേണ്ടി പ്രയത്നിച്ചതിന് ജനം നൽകിയ വിജയമെന്നായിരുന്നു PC തോമസിൻ്റെ പ്രതികരണം. എന്നാൽ PC തോമസ് വോട്ടർമാരെ സ്വാധീനിക്കാൻ മതവികാരം ചൂഷണം ചെയ്തു എന്ന് ചൂണ്ടിക്കാട്ടി LDF സ്ഥാനാർത്ഥി PM ഇസ്മായിൽ കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി PC തോമസിൻ്റെ MP സ്ഥാനം റദ്ദാക്കി. വിധി ശരിവെച്ച സുപ്രീം കോടതി PC തോമസിന് അയോഗ്യത കൽപ്പിക്കുമ്പോഴേക്കും സഭയുടെ കാലാവധി തന്നെ പൂർത്തിയായി. കേരളത്തിലെ മുന്നണി രാഷ്ട്രീയ സംവിധാനത്തെ ഞെട്ടിച്ച വിജയം കോടതി റദ്ദാക്കിയെങ്കിലും കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDAയ്ക്ക് ആദ്യമായി അക്കൗണ്ട് തുറക്കാനായത് PC തോമസിലൂടെയാണ് എന്ന കൗതുകം കൂടി ആ വിജയത്തിനുണ്ടായിരുന്നു. ക്യാമറമാൻ ശരത് തമ്പാട്ടുകാവിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.